എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജാക്കറ്റ് വരുന്ന മോഡലിലുള്ള ഒരു എയർലൈൻ കുർത്തിയാണ്. താഴെ നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു എയർലൈൻ ടോപ്പാണ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ എയർലൈൻ ആയിട്ടുള്ള ഒരു ജാക്കറ്റ് ചെയ്യുന്നുണ്ട്. അതുതന്നെ കുറച്ച് വൈഡ് ആയിട്ടുള്ള നെക്ക്. നമ്മുടെ ഈ താഴെ കൊടുത്തിരിക്കുന്ന പ്രിന്റ് പുറത്തേക്ക് വിസിബിൾ ആവുന്ന രീതിയിൽ വൈഡ് ആയിട്ടുള്ള നെക്കാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. റെഫറൻസ് ആയിട്ട് തന്നിരിക്കുന്ന ഇമേജ് ഏകദേശം മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഫാബ്രിക് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ജോർജറ്റ് ഫാബ്രിക് ജാക്കറ്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ജോർജറ്റോ ഷിഫോണോ ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് നിങ്ങൾ ടോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ടുള്ള എയർലൈൻ ടോപ്പിന് 2.5 മീറ്റർ ഫാബ്രിക് എടുക്കണം. ജാക്കറ്റിലാണ് സ്ലീവ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്ലീവിന് 3 മീറ്റർ ഫാബ്രിക് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 2.5യും 3 മീറ്ററുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ എടുക്കുന്ന ഫാബ്രിക് നല്ല വിഡ്ത്തുള്ള ഫാബ്രിക് ആണെന്നുണ്ടെങ്കിൽ ഒരു 60 ഇഞ്ച് വിഡ്ത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുന്ന അളവിൽ വേരിയേഷൻസ് വരും. അതൊക്കെ നിങ്ങൾ നോക്കിയെടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 44 ഇഞ്ച് വിഡ്ത്തുള്ള ഫാബ്രിക്കിന്റെ കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്കൊരു പാറ്റേൺ വരയ്ക്കാം. ഞാനിവിടെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. എൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. ആ 7 അതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടുന്നുമില്ല കുറയ്ക്കുന്നുമില്ല കേട്ടോ. കാരണം നെക്കിന് ഒത്തിരി ഇറക്കമൊന്നും കൊടുക്കാത്തത് കൊണ്ടാണ് കുറയ്ക്കാത്തത്, റെഡ്യൂസ് ചെയ്യാത്തത്. അപ്പോൾ കറക്റ്റ് എത്രയാണോ ഷോൾഡർ അത് തന്നെയാണ് കൊടുക്കുന്നത്. 7 ഇഞ്ചാണ്. അവിടുന്ന് നേരെ താഴേക്ക് ഞാനൊരു 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാറുണ്ട്. ആ 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് താഴേക്കാണ് എത്രയാണോ നിങ്ങളുടെ ആം ഹോൾ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കിവിടെ 7 ആണ്. 7 മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു എൽ ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. ഇനി ഈ എൽ ഷേപ്പിലേക്ക് എത്രയാണോ നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് അതിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ കിട്ടുന്ന അളവ് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് 9 ആണ്. 9 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ബാക്കിലേക്കുള്ള ആം ഹോൾ വരയ്ക്കുന്നുണ്ട്. അവിടുന്ന് 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ വരയ്ക്കുന്നുണ്ട്. വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 14.5 ഇഞ്ചാണ്. അത് നിങ്ങളുടെ അളവ് എത്രയാന്ന് വെച്ചാൽ അത് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടേക്കുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. അതിൻ്റെ കൂടെയും 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് മാറ്റി വെക്കുന്നുണ്ട്. കാരണം ഇതിൽ എനിക്ക് നെക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്രണ്ടിലേക്കുള്ള പാറ്റേൺ ഒക്കെ കട്ട് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. സെയിം ഇതേ അളവിൽ ഞാൻ വരച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഹിപ്പിന്റെ അളവും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. മെയിൻ ഫാബ്രിക് ആദ്യം 4 മടക്കിയിട്ടിട്ടുണ്ട്. ലെങ്ത് ആയിട്ട് 47 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇൻക്ലൂഡിങ് സീം അലവൻസ് അടക്കമാണ് 47 എടുത്തിരിക്കുന്നത്. 45 ഇഞ്ചാണ് ലെങ്ത് വേണ്ടത്. അതിലേക്ക് 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 47 ഇഞ്ച് ലെങ്ത്തിലാണ് ഇതേപോലെ 4 മടക്കിയിട്ടിരിക്കുന്നത്. വിഡ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ 4 മടക്കിയിടുന്ന സമയത്ത് വിഡ്ത്ത് എന്ന് പറയുന്നത് 21 ഇഞ്ചാണ്. ഞാൻ അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത സെയിം പാറ്റേൺ തന്നെയാണ്. അത് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പ്രകാരം സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു എ ലൈൻ ടോപ്പ് എങ്ങനെയാണ് ചെയ്യാന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ, അതായത് ബേസിക് ആയിട്ടൊരു എ ലൈൻ ടോപ്പ് എങ്ങനെയാണ് ചെയ്യാന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ഒത്തിരി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ബോഡിയിൽ നിന്ന് മെഷർമെന്റ് എടുക്കേണ്ടത്, എത്ര ലൂസ് ആഡ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ പോയിട്ട് കാണുക. കാരണം ഈ ഒരു വീഡിയോയിൽ നമ്മൾ അത് ഉൾപ്പെടുത്തുന്നില്ല. കാരണം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഈ പാറ്റേൺ വെച്ചിട്ട് ഞാൻ വരച്ചെടുക്കുന്നത് കേട്ടോ. സെയിം ഇതേപോലെ തന്നെ ജാക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഫാബ്രിക്കും ഇതേപോലെ 4 മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ജാക്കറ്റിന് നമ്മൾ 3 മീറ്റർ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അപ്പൊ താഴേന്ന് മുകളിലേക്ക് എന്ത് ചെയ്യുക, ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കി ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം അവിടെ അങ്ങനെ തന്നെ വെക്കുക. ആ ഭാഗമാണ് നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. എ ലൈൻ ടോപ്പിനേക്കാളും ലെങ്ത് ജാക്കറ്റിന് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം. ഞാൻ ഒരേ ലെങ്ത് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ 47 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് എ ലൈൻ പ്രകാരം ജാക്കറ്റും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കട്ട് ചെയ്യുന്നതിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക കേട്ടോ. ജാക്കറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന ഫാബ്രിക് ഇതേപോലെ 4 മടക്കിയിടുന്നുണ്ട്. എനിക്ക് സ്ലീവിന് വിഡ്ത്തായിട്ട് 9.5 ഇഞ്ചാണ് വേണ്ടത് 4 മടക്കിയിടുമ്പോൾ. ആ 9.5 ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവിന് ലെങ്ത് ആയിട്ട് ഞാനൊരു 19 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 19 ഇഞ്ച് എന്ന് പറയുന്നത് സീം അലവൻസ് അടക്കമുള്ള അളവാണ്. മുകളിൽ നിന്ന് നേരെ താഴോട്ടേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നോർമൽ ആം ഹോൾ കുഴിച്ചു വരയ്ക്കുന്ന പോലെ ആം ഹോൾ കുഴിച്ചു വരയ്ക്കുന്നുണ്ട്. താഴെയുള്ള വിഡ്ത്ത് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്യുക.
അതിന്റെ കൂടെ ഒരു 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ക്യാപ്പിന്റെ അവിടുന്ന് നമ്മുടെ ഈ താഴ്ഭാഗത്തേക്കുള്ള വിഡ്ത്തിലേക്ക് ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. വരച്ച പ്രകാരം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. സെന്ററിൽ ഒരു നോച്ച് കൊടുക്കുക. ഈ ഒരു ഫാബ്രിക് ഇതേപോലെ നിവർത്തി വെച്ചതിന് ശേഷം ഫ്രണ്ട് പോർഷനിലേക്ക് മാത്രം ഒന്ന് ആം ഹോൾ കുഴിച്ചും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു നോച്ച് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഞാൻ വരച്ചു വെച്ചിട്ടുള്ള ഈ പാറ്റേൺ ഇവിടെ എടുക്കുന്നുണ്ട്. ബാക്കിലുള്ള ആം ഹോൾ പ്രകാരം കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ഫാബ്രിക്കും അതുപോലെ തന്നെ ജാക്കറ്റിനുള്ള ഫാബ്രിക്കും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനിവിടെ ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ പ്രകാരം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 3.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഈ 3/4 ഇഞ്ചിലേക്ക് ഒരു ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കുന്നുണ്ട്. ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് തന്നിരിക്കുന്ന റെഫറൻസ് ഫോട്ടോയിൽ കുറച്ച് ബോട്ട് നെക്ക് പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു 4 ഇഞ്ച് ലെങ്ത്തിൽ ഫ്രണ്ടിലേക്ക് ഇതേപോലെ ഒരു റൗണ്ട് നെക്ക് വരയ്ക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള നെക്ക്. ഇനിയാണ് നമ്മൾ ഈ ജാക്കറ്റിന്റെ ഷേപ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിക്കുക. ബ്രസ്റ്റ് പോയിന്റിലേക്കുള്ള ലെങ്ത്, അതായത് അപ്പെക്സ് പോയിന്റിലേക്കുള്ള ലെങ്ത് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കുക. ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അത് എടുക്കുക. അപ്പൊ എനിക്ക് 9.5 ആണ്. അതിലേക്ക് 1/2 ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യണം, സീം അലവൻസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഈ ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള സീം അലവൻസ്. അപ്പൊ 10 ഇഞ്ചാണ് കിട്ടുന്നത്. ഈ 10 ഇഞ്ച് എന്ന് പറയുന്നത് 10 ഇഞ്ച് എടുത്താലാണ് കറക്റ്റ് നമ്മുടെ അപ്പെക്സ് പോയിന്റിലേക്ക് അത് വന്ന് നിൽക്കുന്നത്. അവിടുന്ന് താഴേക്ക് ഒരു 2 ഇഞ്ചിലാണ് ഞാൻ ഈ ജാക്കറ്റിന്റെ ബട്ടൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു ഷേപ്പ് വന്നിട്ട് ആ ബട്ടൺ വരുന്നത് ഒരു ബ്രസ്റ്റ് പോയിന്റിന്റെ, അതായത് അപ്പെക്സ് പോയിന്റിൽ നിന്ന് 2 ഇഞ്ച് താഴേക്കാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതല്ല ഇനി കുറച്ചുകൂടെ നല്ലോണം താഴോട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 3 ഇഞ്ച് താഴ്ത്തി കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ഈ ഒരു പാറ്റേൺ ഇതേപോലെ മേക്ക് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്, സ്റ്റിച്ചിങ് കാണിക്കുന്നുണ്ട്, അവസാനം ഇത് ഇട്ടിട്ട് എങ്ങനെയാന്നുള്ളതും കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ വ്യത്യാസം വരുത്തേണ്ടത് ആ വ്യത്യാസങ്ങൾ നിങ്ങൾ ഈ പാറ്റേൺ ചെയ്യുന്ന സമയത്ത് വരുത്തി കൊടുക്കുക കേട്ടോ. എങ്ങനെയാണ് നമുക്ക് ഈ 12 ഇഞ്ച് കിട്ടിയതെന്ന് ഒന്നും കൂടി പറയാം. അപ്പെക്സ് പോയിന്റിലേക്കുള്ള ലെങ്ത് 9.5 ആണ്. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള സീം അലവൻസ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് 10 ഇഞ്ച് ആവും. അവിടുന്ന് നേരെ താഴേക്ക് ഒരു 2 ഇഞ്ചും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ 12 ഇഞ്ച് എടുക്കുന്നത്. അപ്പം മുകളിൽ നേരെ താഴോട്ടേക്ക് 12 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അപ്പെക്സ് പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ്, നിങ്ങൾക്ക് അപ്പെക്സ് പോയിന്റ് എന്ന് പറയുമ്പോൾ അറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബ്രസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. ബ്രസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കുക. അപ്പോൾ എനിക്ക് 3.5 ആണ്. അതായത് എത്രയാണോ കിട്ടുന്നത് അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ എനിക്ക് 3.5 ആണ് കിട്ടുന്നത്. ഈ 3.5 നമ്മൾ സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് പിന്നെ എത്രയാണോ നിങ്ങൾക്ക് എത്ര നീങ്ങിയിട്ടാണ് ഈ ഒരു ഷേപ്പ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനൊരു 1.5 കൂടി നീക്കിയിട്ടാണ് ഈ ഒരു ഷേപ്പ് വരയ്ക്കുന്നത്. ഒത്തിരി നീക്കി വരയ്ക്കേണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ആ ആം ഹോളിന്റെ ഭാഗത്തേക്ക് വല്ലാതെ ഇറങ്ങി പോകുമ്പോൾ കാണാൻ അത്രയും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒരു 1.5 മാക്സിമം പോയ ഒരു 2 ഇഞ്ച് വരെ മതി കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മൾ 3 പോയിന്റുകൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്, വിഡ്ത്തും നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഒരു ഷേപ്പ് വരയ്ക്കേണ്ടത് എന്നുള്ളത് പറയാം. മുകളിൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഭാഗം, അവിടെ നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലെ നെക്കിന്റെ ഈ ഒരു കേർവ് വരുന്ന അവിടെ വരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോർഷൻ അങ്ങനെ നിലനിർത്തുക. എന്നിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു ഷേപ്പ് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് എങ്ങനെയാ വരയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് ഈ പോയിന്റുകൾ തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ച് വരച്ചിരിക്കുകയാണ്. അപ്പൊ ഫ്രഞ്ച് കർവ് ഇല്ലാന്ന് വെച്ചിട്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ജസ്റ്റ് ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൻസിലട്ടോ ഉപയോഗിച്ചിട്ട് ഡോട്ട് ഇട്ട് വരയ്ക്കുക. ആദ്യം ഡോട്ട് ഇട്ട് വരയ്ക്കുക. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു ഷേപ്പ് വന്നില്ലെങ്കിൽ അത് മായ്ച്ചിട്ട് പിന്നെയും വരയ്ക്കുക. അങ്ങനെ വരച്ച് വരുമ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് വരും കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അതിനുശേഷം ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫ്രണ്ടിലേക്കുള്ള നെക്ക് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്തിട്ട് നല്ല കോട്ടന്റെ ഫാബ്രിക് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫാബ്രിക്കിൽ ഈ ഒരു പാറ്റേണിൽ ഇതേപോലെ നെക്ക് കട്ട് ചെയ്യാം. പക്ഷെ ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 ഫാബ്രിക്കും പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ കുഴഞ്ഞിരിക്കുന്ന ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ഞാൻ ക്യാൻവാസ് പേപ്പറിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് അതേപോലെ എടുത്തിട്ട് ക്യാൻവാസ് പേപ്പറിൽ ഞാൻ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പാറ്റേൺ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ പാറ്റേണും കട്ട് ചെയ്യുന്നുണ്ട്. പാറ്റേണും ഞാൻ ഇതേപോലെ തന്നെ ക്യാൻവാസ് പേപ്പറിലാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ തന്നെ മെയിൻ ഫാബ്രിക്കിന്റെ മുകളിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം.
കട്ടിംഗ് ഒക്കെ തന്നെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാൻ ക്യാൻവാസ് പേപ്പർ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ആയിട്ട് ബാക്കിലേക്കുള്ള നെക്കും കൂടി ക്യാൻവാസ് പേപ്പർ തന്നെയാണ് കട്ട് ചെയ്തത്. 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്തും 3 ഇഞ്ച് ഇറക്കത്തിലുമാണ് ബാക്ക് നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആദ്യം നമ്മൾ ഫ്രണ്ടിലേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ എ ലൈൻ ടോപ്പിന്റെ പീസാണ് എടുക്കുന്നത്. അതിന്റെ സെൻട്രലായിട്ട് നമ്മൾ ഈ അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാൻവാസ് പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്താണോ നിങ്ങളുടെ നെക്കിന്റെ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ നമുക്ക് റൗണ്ട് ഷേപ്പാണ്. അപ്പോൾ റൗണ്ട് ഷേപ്പ് അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുക. ഈ 1/2 ഇഞ്ച് വെച്ചിരിക്കുന്ന ക്ലോത്തിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. ഒരു കാരണവശാലും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സ്റ്റിച്ചിൽ കട്ട് ചെയ്യാൻ പാടില്ല. അതിന്റെ പുറമെ ആയും കൊണ്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ട് ചെയ്തിരിക്കുന്ന ഈ ഫാബ്രിക്കും നമ്മുടെ ക്യാൻവാസ് പേപ്പറും ഒരു ഭാഗത്തും മെയിൻ ഫാബ്രിക് വേറൊരു ഭാഗത്തും വരത്തക്ക രീതിയിൽ നിവർത്തി വെച്ചിട്ട് ഈ ക്യാൻവാസ് പേപ്പറിന്റെ മുകളിൽ സ്റ്റിച്ച് വരുന്ന രീതിയിൽ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. അതിനുശേഷം ഈ ക്യാൻവാസ് പേപ്പറിന്റെ മെയിൻ ഫാബ്രിക്കിന്റെ അടിയിലേക്ക് വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെക്ക് കിട്ടും. ഇത് ഏത് നെക്ക് ചെയ്യുകയാണെങ്കിലും സെയിം ഈ ഒരു മെത്തേഡ് തന്നെയാണ് ചെയ്യേണ്ടത്. സെയിം ഇതേപോലെ തന്നെ ബാക്കിലേക്കും നെക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. എ ലൈൻ ടോപ്പ് നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് ഈ സ്ലീവിന്റെ പോർഷൻ ഒന്ന് ഫിനിഷ് ചെയ്യാം. ക്രോസ് പീസ് തന്നെ എടുക്കണം. ഒരു കാരണവശാലും സ്ട്രെയിറ്റ് പീസ് എടുക്കരുത്. 1.5 ഇഞ്ച് വിടുത്ത് മതി. ഓവർ വിടുത്ത് വേണ്ട. ഒരു 1.5 ഇഞ്ച് വിടുത്തുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക. അതിന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക, ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് മെയിൻ ഫാബ്രിക്കിന്റെ മുകളിൽ ഈ ഒരു പീസ് വെച്ചിട്ട് എന്താണോ നിങ്ങളുടെ ആം ഹോളിന്റെ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആം ഹോളിന്റെ ഷേപ്പ് പ്രകാരം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിലും ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. നിങ്ങൾക്കൊരു പൈപ്പിംഗ് പോലെ പുറമേക്ക് കാണുന്ന രീതിയിൽ തയ്ക്കണമെങ്കിൽ പുറമേ കാണുന്ന രീതിയിൽ തയ്ക്കാം. പക്ഷെ സെയിം ഫാബ്രിക് അല്ലേ എടുത്തത്. എക്സ്ട്രാ കളറൊന്നും നമ്മൾ ആഡ് ഓൺ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ പൈപ്പിംഗ് ആയിട്ടൊന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യാം. ഇനി നിങ്ങളുടെ അളവ് പ്രകാരം സൈഡ് ജോയിൻ ചെയ്യുക. താഴ്ഭാഗം മടക്കി തയ്ക്കുക. നിങ്ങൾക്ക് പോക്കറ്റ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പോക്കറ്റും കൂടി ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യാം. എങ്ങനെയാണ് എയർലൈൻ ടോപ്പിൽ പോക്കറ്റ് കൊടുക്കുക എന്നുള്ള വീഡിയോസ് ഞാൻ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. നമുക്ക് ഈ ഒരു ടോപ്പ് സ്ലീവ്ലെസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് പോവാം, ജാക്കറ്റ് ഇല്ലാണ്ട്. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന സമയത്ത് ഒരു പോക്കറ്റും കൂടി കൊടുത്താൽ നല്ലതാണ്. ജാക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ക്യാൻവാസ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് അത് മെയിൻ ഫാബ്രിക്കിൽ അയൺ ചെയ്ത് അതേപോലെ സ്റ്റിച്ച് ചെയ്ത് സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ചെയ്തൊരു തെറ്റ് നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാം. ഒന്നെങ്കിൽ നമുക്ക് ബ്ലാക്ക് കളറിലുള്ള ഫ്യൂസിങ് പേപ്പേഴ്സ്, ക്യാൻവാസ് പേപ്പേഴ്സ് അവൈലബിൾ ആണ്, അത് വാങ്ങിക്കാം. കാരണം ഇവിടെ വൈറ്റ് ആണ്, അതുകൊണ്ട് തന്നെ നല്ല വിസിബിൾ ആയിട്ട് വരും. അതില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മടക്കി തയ്ച്ച, അതായത് ഈ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ ഉള്ളോട്ടേക്ക് മടക്കി തയ്ച്ചത് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അത് ഈ ഒരു ക്യാൻവാസ് പേപ്പർ മൊത്തമായിട്ട്, അതായത് ഈ ഒരു വൈറ്റ് പോർഷൻ കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്യണം കേട്ടോ. അപ്പൊ ഞാനത് ചെയ്തില്ല. ഞാൻ നോർമൽ ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ എക്സ്ട്രാ ഫാബ്രിക് ഉണ്ടായിരുന്നു, ഞാൻ ഉള്ളത് കട്ട് ചെയ്യാണ് ചെയ്തത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അയൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കവർ ചെയ്യുന്ന രീതിയിൽ വരത്തക്ക രീതിയിൽ വെക്കുക കേട്ടോ. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യാൻവാസ് പേപ്പർ എൻഡ് ചെയ്യുന്ന പോർഷൻ ഉണ്ടല്ലോ, ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റിച്ച് കൊടുക്കുക. സാധാരണ നമ്മൾ ആ ഒരു സ്റ്റിച്ച് കൊടുക്കാറില്ല. ഇവിടെ നമുക്ക് വൈറ്റ് ക്യാൻവാസ് പേപ്പർ ആയതുകൊണ്ടാണ് അത് കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നത് കേട്ടോ. ക്യാൻവാസ് പേപ്പറിന്റെ ഉള്ളിലുള്ള ഭാഗത്ത് എന്താണോ നിങ്ങൾ വരച്ചിരിക്കുന്ന ആ ഒരു ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പ് ഇതേപോലെ ഒന്ന് റാൻഡം ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫ്രണ്ടിലേക്കുള്ള പീസ് എടുത്തിട്ടുണ്ട്. അതിന്റെ സെന്ററിലായിട്ട് ക്യാൻവാസ് പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുക്കുന്നതിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ നേരത്തെ ക്യാൻവാസ് പേപ്പർ എങ്ങനെയാ വെച്ചേ? നമുക്ക് ക്യാൻവാസ് പേപ്പർ കാണുന്ന രീതിയിലാണ് വെച്ചത്. ഇവിടെ ക്യാൻവാസ് പേപ്പർ മെയിൻ ഫാബ്രിക്കിനെ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് നമുക്ക് ഈ ബ്ലാക്ക് ഫാബ്രിക് ആണ് കാണുന്നത്, ഉള്ളിലിരിക്കുന്ന ക്യാൻവാസ് പേപ്പർ കാണില്ല. നേരത്തെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെയല്ല, ക്യാൻവാസ് പേപ്പർ നമുക്ക് കാണുന്ന രീതിയിലാണ് വെക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഷേപ്പ് എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറഞ്ഞത്, എങ്ങനെയാണ് ആ ഒരു ഷേപ്പ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഷേപ്പ് പ്രകാരം ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇവിടെ ബ്ലാക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നില്ല. ശരിക്കും നിങ്ങൾ ആ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. എന്നിട്ട് ഈ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സ്റ്റിച്ചിന്റെ മുകളിലൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റിച്ച് കൊടുക്കുക. നല്ല രീതിയിൽ ഇളകാൻ സാധ്യത വളരെ കൂടുതലാണ്. ജോർജറ്റ് ഫാബ്രിക് ആണ്, ലൈനിങ് ഇല്ലാണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്യാൻ പറഞ്ഞ ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ സ്റ്റിച്ചിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ആ ഒരു സ്റ്റിച്ചിന്റെ ഷേപ്പ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു സ്റ്റിച്ച് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നോർമൽ ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ്. ഒരു 1/2 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുക. ഈ 1/2 ഇഞ്ച് വെച്ചിരിക്കുന്ന ക്ലോത്തിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ക്യാൻവാസ് പേപ്പർ നിവർത്തിയിട്ട്
നമ്മുടെ ഈ സീം അലവൻസ് ക്യാൻവാസ് പേപ്പറിൻ്റെ അടിയിൽ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് എന്താണോ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പ് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം ഈ ക്യാൻവാസ് പേപ്പറിൻ്റെ ബാക്കോട്ടേക്ക് മറിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഭാഗത്ത് ബ്ലാക്ക് കളറാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ആ ഒരു ക്യാൻവാസ് പേപ്പറിൻ്റെ വൈറ്റ് കളർ വരുന്നില്ല. ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഈ ഒരു രീതിയിൽ ക്യാൻവാസ് പേപ്പർ വെച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. ഇത് മറയ്ക്കുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. എനിക്ക് കുറച്ച് ഭാഗങ്ങളിലൊക്കെ ക്യാൻവാസ് പേപ്പറിന്റെ വൈറ്റ് പോർഷൻ കാണുന്നുണ്ട്, കുറച്ച് ഭാഗങ്ങളിൽ കാണുന്നില്ല. അതായത് ഞാൻ കവർ ചെയ്ത ഭാഗങ്ങളിൽ കാണുന്നില്ല, കവർ ചെയ്യാത്ത ഭാഗങ്ങളിലാണ് കാണുന്നത്. അത് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള മിസ്റ്റേക്ക് ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് കാണിച്ചത് കേട്ടോ. എനിക്ക് വേണമെങ്കിൽ വേറൊരു ക്യാൻവാസ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് കാണിക്കായിരുന്നു. പക്ഷെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗം മാറ്റാണ്ട് ഇങ്ങനെ തന്നെ കാണിച്ചത് കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് അവോയ്ഡ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് ബ്ലാക്ക് കളറിലെ ക്യാൻവാസ് പേപ്പറോ ബ്ലാക്ക് കളറിലെ ഫ്യൂസിങ് പേപ്പറോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാണ്. വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നും കൂടി വീഡിയോ ഒന്ന് ബാക്ക് അടിച്ചിട്ട് കണ്ടു നോക്കുക. അല്ലെങ്കിൽ സ്പീഡ് കുറയ്ക്കാനുള്ള ഓപ്ഷനൊക്കെ ഇപ്പോൾ യൂട്യൂബിലുണ്ട്, അത് വെച്ചിട്ട് കണ്ടു നോക്കുക കേട്ടോ. മെയിൻ ഫാബ്രിക് ക്യാൻവാസ് പേപ്പറിന്റെ അടിയിലേക്ക് വെച്ചിട്ട് ഒന്ന് നമ്മൾ ഈ ഒരു ഷേപ്പ് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ശരിക്കും നമുക്ക് ഈ ജാക്കറ്റ് ഫ്രണ്ട് പോർഷൻ ഓപ്പൺ ആണ്. അപ്പം ഞാൻ ഈ ഒരു സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന്റെ സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്ട്രൈറ്റ് പീസ് ആണ് എടുത്തിരിക്കുന്നത്. സ്ട്രൈറ്റ് പീസ് മതി. അപ്പോൾ ഒരു 1.5 ഇഞ്ച് എടുത്തുള്ള 2 സ്ട്രൈറ്റ് പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ഹൂക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഡോറി ഉണ്ടാക്കിയിട്ട് അതൊരു 2.5 ഇഞ്ച്, ഞാനിവിടെ 2 ഇഞ്ച് എടുത്തത്. 2 ഇഞ്ച് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ബട്ടൺ ഇടുമ്പോൾ ചെറിയൊരു ടൈറ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളൊരു 2.5 ഇഞ്ച് വെച്ചിട്ട് 2.5 ഇഞ്ച് വിഡ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനൊരു 3 ബട്ടണാണ് കൊടുക്കുന്നത്. അപ്പോൾ 3 എണ്ണം വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ആ ബട്ടൺ കൊടുക്കേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ആദ്യം നമുക്ക് ഈ ഡോറി ഒന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാം. ഞാൻ അടുപ്പിച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി കുറച്ച് വിട്ട് വിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വിട്ട് വിട്ട് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ആദ്യം ഒന്ന് ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതിന്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1.5 ഇഞ്ചിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രൈറ്റ് പീസ് എടുത്തിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് ഇതേപോലെ മുകളിലേക്ക് പൊക്കി വെക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തതാണ്, അതുകൊണ്ടാണ്. അതിനുശേഷം മുകളിൽ നിന്ന് താഴെ വരെ വേണം കേട്ടോ. താഴെ വരെ നമ്മളൊരു 1/4 ഇഞ്ചിലോ അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചിലോ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം സ്ട്രെയിറ്റ് പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടും. എന്നിട്ട് ഇതിനെ നിവർത്തി വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഈ 1/2 ഇഞ്ച് ഒന്ന് അടിഭാഗത്തേക്ക് മടക്കി കൊടുത്തിട്ട് ഈ മൊത്തം പീസിനെ അടിയിലേക്ക് മടക്കിയിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഈ ഡോറി വെച്ചിട്ടുള്ള സ്റ്റെപ്പ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി സെയിം ആണ് കേട്ടോ. അതിനുശേഷം നെക്ക് നമ്മൾ ഒറ്റ സ്റ്റിച്ചേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. എന്നിട്ട് ആ സ്റ്റിച്ച് താഴേക്ക് എൻഡ് ചെയ്യുന്ന രീതി, താഴെ വരെ കൊടുക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക. ഇനി ഞാൻ ഫ്രണ്ടിൽ ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത്, ബ്ലാക്ക് കളറിലുള്ള ബട്ടൺ ആണ് കൊടുത്തത്. നിങ്ങൾക്ക് ഫാബ്രിക് ബട്ടൺ ആണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഫാബ്രിക് ബട്ടൺ എങ്ങനെയാണ് ചെയ്യാന്നുള്ള ഷോർട്ട് വീഡിയോസ് ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. ഇനി ബാക്കിലേക്ക് ഒരു 2 ഇഞ്ച് ലെങ്ത്തിൽ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ഒത്തിരി ലെങ്ത് കൊടുക്കുന്നില്ല, കാരണം ഫ്രണ്ട് കുറച്ച് ഇറക്കിയിട്ടാണല്ലോ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കട്ട് ചെയ്തിട്ട് ഒരു ക്രോസ് പീസ് വെച്ചിട്ടാണ് ഞാൻ ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനോടൊപ്പം ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്ലീവ് ഇതിലേക്ക് നോർമൽ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന പോലെ സ്ലീവ് അറ്റാച്ച് ചെയ്യുക. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. നമ്മൾ സ്ലീവ് ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സീം അലവൻസിനെ മെയിൻ ഫാബ്രിക്കിന്റെ അടിയിലേക്ക് വെച്ചിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുക. പക്ഷെ ഇവിടെ നമുക്ക് മെയിൻ ഫാബ്രിക്കിലും ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അത് അങ്ങനെ വിടുക. പിന്നെ നമുക്ക് ഒത്തിരി തിന്നായിട്ട് കട്ട് ചെയ്യാനും പറ്റില്ല, കാരണം ഈ ജോർജറ്റ് പോലെയുള്ള ഫാബ്രിക് ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് വിട്ടുപോകും. അപ്പം അതുകൊണ്ട് ഒത്തിരി തിന്നായിട്ടും കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനെ അങ്ങനെ വിടുക, അല്ലാണ്ട് വേറെ വഴിയില്ല കേട്ടോ. ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അളവ് പ്രകാരം സൈഡ് ജോയിൻ ചെയ്യുക, താഴ്ഭാഗം മടക്കി തയ്ക്കുക. അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കണ്ടു നോക്കുക കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക്. ആദ്യം നമ്മളൊരു എലൈൻ ടോപ്പ് ഇതേപോലെ നോർമൽ ഇടുന്ന പോലെ ഇടുകയാണ് ചെയ്യുക. അതിന്റെ മുകളിലേക്ക് നമ്മൾ ഈ ജാക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് ജാക്കറ്റിനെ നമ്മുടെ ഈ ഒരു ബ്രസ്റ്റ് പോയിന്റിന്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ബട്ടൺ ഈ ഒരു ഹൂക്കിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് കണക്റ്റ് ആയിട്ട് അവിടെ നിൽക്കുകയാണ് ചെയ്യുക. ഈ ഒരു ഷേപ്പാണ് ഇതിനുണ്ടാവുന്നത്. ഞാൻ ഈ ഒരു പാറ്റേൺ വരയ്ക്കുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞിരുന്നു ലെങ്ത് അതുപോലെ വിഡ്ത്ത് ഒക്കെ നിങ്ങൾക്ക്
അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ജാക്കറ്റ് വരുന്ന മോഡലിലുള്ള ഏലയൻ കുർത്തീൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്